മനുഷ്യത്വത്തിനകത്ത് അടിസ്ഥാന ഗുണങ്ങളായ ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സഹജീവിയോട് മനസ്സിലാക്കാനായിട്ടും സാധിക്കാത്ത അവസരങ്ങൾ. ഒരു കാര്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥതയായി കഴിഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യം നടന്നില്ലെങ്കിൽ വിഷമമായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈശോ മിശിഹാ നമ്മളെ പഠിച്ച ലൂക്കാ സുവിശേഷം 23:34 ഈശോ നമ്മളെ പഠിപ്പിച്ച ഈ മരണമന്ത്രം നമ്മുടെ നാവിൽ ഒരിക്കലും മായാതിരിക്കട്ടെ. എന്നും നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. പിതാവേ ഞാൻ ചെയ്തത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ കുരിശിന്റെ ചുവട്ടിലേക്ക് നമുക്ക് നീങ്ങി നിൽക്കാം. 34-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ അവനെ നോക്കിക്കൊണ്ട് നമുക്കും പ്രകാശിതമായി തീരാം. വിരിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോ ലോകത്തിന് മുഴുവൻ വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും തൻ്റെ മുഖത്ത് തൊപ്പിയവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ഈ കുരിശാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. ശങ്കർ ദയാൽ ശർമ്മ, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന ശങ്കർ ദയാൽ ശർമ്മയുടെ മരുമകനെ തീവ്രവാദികൾ വെടിവെച്ചു വന്ന അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ടു അസ്വസ്ഥമായിട്ട് ഈ മനുഷ്യനിരിക്കുമ്പോൾ രാഷ്ട്രപതി ഭവനിലെ കുരിശുരൂപത്തിന്റെ ഒരു ക്രൂശിത രൂപത്തെ പടത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളുടെ നിമിഷത്തിൽ എനിക്ക് ആശ്വാസം കിട്ടിയത് ഈ ക്രൂശിതന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് ചൈതന്യം ഞാൻ സ്വീകരിച്ചപ്പോഴാണ്. ഗാന്ധിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സകല സമരങ്ങളിൽ തനിക്ക് ബലം കിട്ടിയത് ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്നപ്പോഴാണെന്നുള്ളത്. അബ്രഹാം ലിങ്കൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വചനമാണ് 34-ാം സങ്കീർത്തനം 5-ാം വചനം. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രതീക്ഷ കൊടുത്തൊരു വചനമാണ് സങ്കീർത്തനം 34-ാം സങ്കീർത്തനം 5-ാം വചനം. അവരെ നോക്കിയപ്പോൾ ഞാൻ പ്രകാശിതമായി. നമുക്കും സങ്കടങ്ങളുടെ നിമിഷത്തിൽ അവനിലേക്ക് നോക്കാം. മുറിപ്പെടുത്തിയവന്റെ മുഖത്തേക്കല്ല സഹോദരങ്ങളെ നോക്കേണ്ടത്, നമ്മളെ സുഖപ്പെടുത്തുന്ന കർത്താവിലേക്കാണ്. കാരണം 10,000 താലന്ത് ഇളച്ചു കിട്ടപ്പെട്ട നമ്മൾ ഇന്ന് 10 താലന്ത് ഇളച്ചു തരാത്തവരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച ഒറ്റ പ്രാർത്ഥനയിൽ ഈ മർമ്മം അറിഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് ഈശോ പഠിപ്പിച്ചത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ ഈ ക്ഷമയെന്ന കലയിൽ വളരുവാനായിട്ടാണ് നമുക്കിന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കാരെയും വെറുക്കാനാവില്ല. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നപ്പോൾ ഒത്തിരി തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ നമ്മളെ തിരസ്കരിച്ചിട്ടുണ്ടാവാം, വേറെ ചിലർ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവാം, ഒരുപക്ഷെ ജീവിച്ചവരും മരിച്ചവരുമായ പല വ്യക്തികളുണ്ടാവാം. അവരെയൊക്കെ ഈ നോമ്പ് കാലത്ത് തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട് മനസ്സിൻ്റെ ജയിലിൽ നിന്നും പുറത്തു വിട്ടു കഴിഞ്ഞാൽ പുതിയൊരു പ്രതീക്ഷയായി. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക അസ്വസ്ഥതകളുടെ കാരണം, ശാരീരിക രോഗങ്ങളുടെ പോലും കാരണം നമുക്കിന്ന് പലപ്പോഴും പലരോടും ക്ഷമിക്കാനായിട്ട് സാധിക്കാത്തതാണ്. ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്, മനുഷ്യ വ്യക്തിയെ ഇന്ന് ഏറ്റവും അസ്വസ്ഥമാക്കുന്നത് മനുഷ്യൻ്റെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. നമുക്കിന്ന് ചിരിക്കാനും കരയാനും സന്തോഷം പ്രകടിപ്പിക്കാനും വേദനകളും ഭയങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങളെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യുന്ന ഇമോഷൻ മാനേജ്മെന്റ്, വികാരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മനഃശാസ്ത്രം നമ്മളെ ഇന്ന് പഠിപ്പിച്ചു തരിക. അപ്പോൾ വിദ്വേഷത്തോട് കൂടിയിരിക്കുന്ന ഒരു മനസ്സെന്ന് പറയുന്നത്, വെറുപ്പോട് കൂടിയിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത് ഒരു സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഇന്ന് നമുക്കുണ്ടാകുന്ന ഒത്തിരി മാനസികമായ അസ്വസ്ഥതകളുടെ കാരണവും ഈ ക്ഷമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ നമ്മുടെ സഹോദരങ്ങളെ ഈ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിന്റെ ചുവട്ടിൽ വെച്ചൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ഒത്തിരിയധികം രോഗങ്ങൾ വിട്ടുമാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് ധാരാളം പേരുടെ അനുഭവങ്ങൾ നമ്മൾ പറയുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-15 വചനങ്ങളിൽ ദൈവമായ കർത്താവ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-15 വചനങ്ങൾ. എൻ്റെ നാമം പേറുന്ന ഈ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ അവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയും അവരുടെ പാപം ഞാൻ മോചിക്കുകയും അവരുടെ ദേശം ഞാൻ സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റി ദൈവം തമ്പുരാൻ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന എവിടുന്ന് കേൾക്കും, നമ്മുടെ പാപം എവിടുന്ന് മോചിക്കും, നമ്മുടെ ദേശം സമ്പുഷ്ടമാകും. ഞാൻ തിരഞ്ഞെടുത്ത ഈ ആലയത്തിന്റെ മേൽ എൻ്റെ കൃപാകടാക്ഷം എന്നേക്കും ഉണ്ടായിരിക്കും. ക്ഷമിച്ചത് കൊണ്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് നഷ്ടമുണ്ടായിട്ടില്ല. ക്ഷമിച്ചവർക്കൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടല്ലോ. വെറുതെ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഞാൻ നാളെ നടന്ന് വർത്താനം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞല്ല, മനസ്സിലാക്കി ക്ഷമിച്ചാൽ അത് സൗഖ്യമായി മാറുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ചിന്തകളെ നമ്മൾ വീണ്ടും ഇവിടെ ചുരുക്കുകയാണ്. വെറുത്തുകൊണ്ട് അകലാതെ പൊറുത്തുകൊണ്ട് അടുക്കുക, പൊരുതി അകലാതെ ക്ഷമിച്ചുകൊണ്ട് അടുക്കുക.
ഓറിസായിൽ നമുക്കറിയാൻ സാധിക്കും, ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മിഷണറിയെ തീവ്രവാദികൾ ധാരാസിംഗും കൂട്ടരും തീവച്ച് നശിപ്പിച്ച് കൊന്നുകളഞ്ഞ സാഹചര്യത്തിൽ ഗ്ലാഡിസ് സ്റ്റെയിൻസ് തൻ്റെ ഭർത്താവിനെയും തൻ്റെ മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങളുടെയും അങ്ങനെ 3 പേരുടെ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ 3 ശവപ്പെട്ടികളിൽ നിരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യം നമ്മളൊക്കെ പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയൊക്കെ കേട്ടതാണ്. ആ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, എന്നെയും എൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെ ഈ തരത്തിൽ നശിപ്പിച്ച ഘാതകരോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കുകയാണെന്ന്. ഒരുപക്ഷെ കാൽവരിയിലെ മരക്കുരിശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ത്യൻ മണ്ണിൽ ഈ തരത്തിൽ പ്രാർത്ഥിച്ചത് ഒരു സ്ത്രീയാണ്. റാണിമരിയെ കൊന്ന മനുഷ്യൻ സമീന്ദർ സിംഗ് റാണിമരിയയുടെ വീട്ടിൽ വന്ന അവസരത്തിൽ റാണിമരിയുടെ അമ്മ ഈ ഘാതകനായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമകളുടെ ജീവനെടുത്ത ഈ കയ്യിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകളെ കൊന്ന ആ മനുഷ്യന്റെ സമീന്ദർ സിംഗിന്റെ കൈമുത്തിയ ചരിത്രം നമ്മൾ അടുത്ത കാലങ്ങളിലെ പത്രങ്ങളിലൂടെ വായിക്കുകയുണ്ടായി. ഇന്ന് ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 10,000 താലന്ത് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇളച്ചു കിട്ടിയവരാണ് നമ്മൾ. അതിനാൽ ഈ ഇളച്ചു കിട്ടിയത് നമുക്ക് ഇളച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇളച്ചു കൊടുക്കാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ കാണുന്ന നിരന്തരമായ പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥനയും തുടങ്ങുന്നതിന് മുമ്പ് അനുരഞ്ജനമാണ് ആദ്യമായിട്ട് പറയുന്നത്. പരസ്പരം സമാധാനം ആശംസിച്ചുകൊണ്ട്, അനുരഞ്ജനത്തിന്റെ അടയാളമായ സമാധാനം ആശംസിച്ചുകൊണ്ടാണ് പ്രാർത്ഥനകൾ പോലും ആരംഭിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ഈ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ, നമ്മളൊക്കെ ഈ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണമെങ്കിൽ ഇത് ക്ഷമയുടെയും കരുതലിന്റെയും കരുണയുടെയും കാരുണ്യത്തിന്റെയും ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇനിയും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് ഈ കരുണയുടെയും കരുതലിന്റെയും കാവലിന്റെയും ഒരു കാലമായി മാറാം. നമ്മളെ മനസ്സിൽ നിന്നും ഒരുപാട് വ്യക്തികളെ നമുക്ക് പുറത്തിറക്കി വിടാനുണ്ട്. ദുഷ്ടതയുടെ കെട്ട് നമുക്ക് പൊട്ടിക്കാം, നുഖത്തിന്റെ കയറുകൾ നമുക്ക് അഴിച്ചുവിടാം, മർദ്ദതരെ നമുക്ക് സ്വതന്ത്രരാക്കാം, എല്ലാ നുഖങ്ങളും ഒടിച്ചു കളയാം. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിന്റെ മഞ്ഞും മഴയും പെയ്തിറങ്ങി നമ്മുടെയൊക്കെ ജീവിതം ഒഴുകുന്ന ഒരു പുഴയായിട്ട്, പൊഴിയുന്ന മഴയായിട്ട്, തെന്നലായിട്ട്, തേജസ്സായിട്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വ്യാപരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവം അബ്രാഹത്തോട് പറഞ്ഞതുപോലെ നമുക്കും ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കണം, നീ കടന്നു ചെല്ലുന്ന സ്ഥലമൊക്കെ ഒരു അനുഗ്രഹമായി മാറണം, നിന്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമായി മാറണം. വെറുപ്പുള്ള വ്യക്തികൾ എവിടെ കടന്നാലും അനുഗ്രഹമല്ല, അവിടെ ശാപമാണ് കടന്നു വരിക. അതിനാൽ പ്രകാശം പരത്തുന്ന മനുഷ്യരായിട്ട്, പ്രകാശം പരത്തുന്ന വ്യക്തികളായിട്ട് തീരാനായിട്ട് ഈ കുരിശന്റെ ചുവട്ടിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഒന്നു ചേർന്ന് യേശുവോട് ചേർന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിഞ്ഞില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ വചനം നമുക്ക് സൗഖ്യമായി മാറട്ടെ. ഈ നിമിഷത്തിൽ ഈ വചനം കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളിലേക്കും ദൈവത്തിന്റെ വചനം കടന്ന് അവൻ തന്റെ വചനം അയച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ മുഖത്ത് തുപ്പിയവരോടും തന്റെ മുഖം വികൃതമാക്കിയവരോടും ക്ഷമിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ ശക്തിയാൽ എല്ലാ വിരോധത്തിന്റെയും വെറുപ്പിന്റെയും കെട്ടുകൾ ഞങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ. അവൻ തന്റെ വചനമയച്ചവർക്ക് സൗഖ്യം കൊടുത്തു. കർത്താവായ യേശുവേ, നിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ ഉപദ്രവിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളെ നൊമ്പരപ്പെടുത്ത വ്യക്തികളെ മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് കണ്ണുനീര് നൽകിയ വ്യക്തികളെയെല്ലാം അങ്ങനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രിയപുത്രന്റെ ചുടിചോറയിൽ ചവിട്ടി നിന്ന് പ്രാർത്ഥിച്ച അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്ഷമിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നൊമ്പരങ്ങളെയും കർത്താവായ ഈശോയുടെ തിരുക്കുരിശിനോട് ചേർത്തുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ ഞങ്ങളിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. പൈശാചിക ശക്തികൾ ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഞങ്ങളെ ബന്ധിക്കുന്ന എല്ലാ വിരോധത്തിന്റെ, വിദ്വേഷത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതലും വിമോചനവും നൽകട്ടെ. നമുക്ക് ഈ നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുരിശിൽ കിടന്നുള്ള ഈ മരണമന്ത്രം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യട്ടെ. ക്ഷമിച്ചുകൊണ്ട് മനുഷ്യരാവുക, ക്ഷമിച്ചുകൊണ്ട് സൗഖ്യമുള്ളവരാവുക, ക്ഷമിച്ചുകൊണ്ട് ദൈവപുത്രിയും ദൈവപുത്രനുമായി മാറുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം.